നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ഭക്തി നിർഭരം. വേദങ്ങൾ വാതരോഗികളെപ്പോലെ അംഗപ്രസരം നശിച്ചുകൊണ്ട് ആ പദക്രമങ്ങളില്ലാതെ ചുരുണ്ടുകൂടി കിടപ്പാണ്. അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് മീനിൻ്റെ രൂപം ധരിച്ച് ഹയഗ്രീവനാകുന്ന അസുരൻ്റെ ആ വധം, അതിനുവേണ്ടിയുള്ള ചികിത്സ വേദങ്ങൾക്ക് ആരോഗ്യപ്രദവും പ്രസരിപ്പും ഉണ്ടാക്കിക്കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. വേദങ്ങളുടെ അംഗങ്ങളായ ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം ഇവയുടെയൊക്കെ പ്രചാരം പദക്രമത്തിൽ വേദകൃതികൾ ചൊല്ലി ശീലിക്കുന്ന ആ പരമാർത്ഥത്തെ അറിയപ്പെടുന്നു. കരചരണാദികളായ അവയവങ്ങളെ പ്രവർത്തിപ്പിക്കുക, നടക്കുക എന്ന് തുടങ്ങിയത് വാതരോഗിയെ സംബന്ധിച്ചിടത്തോളം വിഷമം ഉള്ള കാര്യമാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം മീനാത്മകേന, മീൻ തൊട്ടു കൊട്ടുവാനുള്ള ആ എഴുത്തച്ഛൻ്റെ നിർദ്ദേശത്തെ ഓർമ്മിപ്പിക്കുന്നു. നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് അതിങ്ങനെ പാഴാക്കി കളയുന്നുവല്ലോ എന്ന് അച്യുതപ്പിഷാരടി മേൽപ്പത്തൂരിനെ കുറിച്ച് പറഞ്ഞു. നല്ല വഴിയിലേക്ക് മേൽപ്പത്തൂരിനെ തിരിച്ചുവിട്ട അദ്ദേഹത്തിൻ്റെ ആ ഗുരുനാഥൻ്റെ വാക്കുകൾ ഓർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ സംഭവത്തെ സൂചിപ്പിക്കുന്ന ചില പദ്യങ്ങളും അർത്ഥവത്താണ്. നൂനം നാനാഭവാന്തേ സമധികതമമും മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേഹാഹന്തമാമാക്ഷിപ വിഷയരസേ പാഹിമാം മാരുദേശ. അനേകം ജന്മങ്ങൾ കഴിഞ്ഞ് ഒടുവിൽ കിട്ടിയിട്ടുള്ള ഈ മനുഷ്യജന്മം, മുക്തി സമ്പാദിച്ചു തരുന്ന ഈ ബ്രാഹ്മണ ശരീരം, ആ ശരീരത്തെ നിസ്സാരമായി വിഷയസുഖത്തിലേക്ക് പിടിച്ചു തള്ളരുതേ. അലയോ ഗുരുവായൂരപ്പ, അങ്ങ് ഇതിനെ അനുഗ്രഹിക്കണമേ, കനിയണമേ. അങ്ങനെ ചെയ്യുന്നത് പുണ്യമായി ആ മറ്റ് കഷ്ടമായ പ്രവൃത്തികളെ അതിൽ നിന്നുമൊക്കെ എന്നെ രക്ഷിക്കണമേ എന്നാണ് സാരം. അങ്ങനെ അതനുസരിച്ചാണ് മത്സ്യാവതാരം മുതലുള്ള കഥകളെ, ചുരുക്കി പറഞ്ഞാൽ ശ്രീമദ് ഭാഗവതത്തിലെ കഥകളെ വളരെ ചുരുക്കി ഏകദേശം ക്രമമായി തന്നെ ഈ നാരായണീയത്തിലും വർണ്ണിച്ചു കാണുന്നു. ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും വർണ്ണിച്ചതിന് ശേഷം ഭക്തി ഉണ്ടാവാനുള്ള കാര്യം പറയുന്നു. പിന്നീട് ആ വിരാട് പുരുഷൻ്റെ ഉത്പത്തി, അങ്ങനെ വന്ന് ഹിരണ്യാക്ഷൻ്റെ വധ കഥ, കപിലാവതാര കഥ, പ്രചേതസ്സുകളുടെ കഥ, ധ്രുവൻ, പൃഥു, പ്രഹ്ലാദൻ ഇവരുടെയൊക്കെ കഥ, നരസിംഹാവതാരം അതിഗംഭീരമായി വർണ്ണിച്ചു, ഗജേന്ദ്രമോക്ഷം, അംബരീഷചരിതം, വാമനാവതാരം, രാമായണ കഥ, പരശുരാമചരിതം. പിന്നീടാണ് കൃഷ്ണാവതാരം വരുന്നത്. കൃഷ്ണൻ്റെ അവതാര പ്രസ്താവവും കൃഷ്ണാവതാരവും ആയിട്ട് 2-3 അധ്യായങ്ങളിലായിട്ട് വർണ്ണിച്ചു. അതിനുശേഷം ബാലലീലകൾ, പൂതനാമോക്ഷം, പൂതനായിൽ ആ ദേഹദാഹം, പിന്നീട് ശകടാസുരൻ, തൃണാവർത്തൻ ഇവരുടെയൊക്കെ വധം, ബാലലീലയിൽപ്പെടുന്ന ആ ഭഗവാന്റെ യശോദ ദേവിയുടെ ആ പ്രപഞ്ചം വായിൽ കണ്ട കഥ, ഉലൂഖല ബന്ധനം, നളഗോപര മണിഗ്രീവന്മാരുടെ ശാപമോക്ഷം, പിന്നീട് വൃന്ദാവനത്തിലേക്ക് താമസം മാറുന്നത്, വലസാസുരൻ്റെ, ബകാസുരൻ്റെ, അഘാസുരൻ്റെ ഒക്കെ വധം, അവരുടെ കഥ, ബ്രഹ്മാവിൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്ന കഥ, ധേനുകാസുരനെ വധിച്ച കഥ, അതിനിടയിൽ ഭഗവാന്റെ നാമകരണവും ജാതക ഫലവുമൊക്കെ പ്രഖ്യാപിച്ചു ഗർഗമഹർഷി. അതിനുശേഷമാണ് ഭഗവാന്റെ ആ 6-7 വയസ്സിലാണ് കാളിന്തി ഭഗവാന്റെ കാളിയ മോക്ഷണത്തിൻ്റെ, ആ കാളിയൻ്റെ ദർപ്പം ശമിപ്പിച്ചതായിട്ടുള്ള കഥ 3 അധ്യായങ്ങളിലായിട്ട് 54, 55, 56 ദശകങ്ങളിലായിട്ടാണ് ഈ നാരായണീയത്തിൽ വർണ്ണിച്ചിട്ട് കാണുന്നത്. 54-ാമത്തെ ദശകത്തിൽ 10 ശ്ലോകങ്ങളെ കൊണ്ട് വളരെ മനോഹരമായിട്ട് മേൽപ്പത്തൂർ അവിടെ തുടങ്ങി വെച്ചു. സൗഭരി എന്ന ഒരു മഹർഷിയാണ് കഥയുടെ തുടക്കം. ഭഗവത് സേവ തൽപരനായിക്കൊണ്ട് കാളിന്തിയുടെ ജലത്തിൽ 12 കൊല്ലം അദ്ദേഹം തപസ് ചെയ്തു. വിഷയസുഖങ്ങൾ അനുഭവിച്ചിട്ട് അവിടെ രസിച്ചു കഴിയുന്ന മത്സ്യങ്ങളോട് ആഗ്രഹമുള്ളവനായി തീരുകയാണ് അദ്ദേഹം ചെയ്യുന്നത്.
എന്നാൽ കാളിന്തിയിൽ പാർപ്പുറപ്പിച്ചിരിക്കുന്ന ആ കാളിയൻ്റെ കഥ പറയുന്നതിന് ആമുഖമായാണ് ഇവിടെ മറ്റൊരു കഥ പറഞ്ഞത്. സർപ്പശത്രുവായ ഗരുഡൻ പ്രവേശിക്കാത്തതിന് കാരണമെന്താണ് എന്ന് സൗഭരിയുടെ കഥ ഇവിടെ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. കാട്ടിലോ നാട്ടിലോ തപസ്സു ചെയ്താൽ അത് മറ്റുള്ള ലൗകിക വിഷയത്തിൽ നിന്നും അതിന് തടസ്സം നേരിടും. ലൗകികന്മാരുടെ സാമീപ്യം കൊണ്ട് അതിന് വല്ല വിധത്തിലും തടസ്സം വന്നാലോ എന്ന് പേടിച്ചാണ് സൗഭരി വെള്ളത്തിൽ ഇരുന്ന് തപസ് ചെയ്യാൻ ആരംഭിച്ചത്. അങ്ങനെ കാളിന്തിയിൽ തപസ് ചെയ്തു. എന്നാൽ അവിടെയുള്ള മത്സ്യങ്ങളുമായിട്ട് സ്നേഹബന്ധമുണ്ടായി. മത്സ്യങ്ങളുടെ ആ ജീവിതചര്യ കണ്ടിട്ട് അതിലേക്ക് ആകർഷകമായി തീർന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ്. എന്നാൽ മനസ്സാണ് എല്ലാറ്റിനും കാരണം. അത് കാട്ടിലാണോ വെള്ളത്തിലാണോ ഭൂമിയിലാണോ പരന്ന പ്രദേശത്താണോ ജനവാസമുള്ള സ്ഥലത്താണോ എന്നൊന്നും അവിടെ ബാധകമല്ല. ഏകാഗ്രമായ മനസ്സാണ് തപസ്സിനാവശ്യം എന്നുള്ള ആ ഒരു തത്വത്തെ ഇവിടെ മനസ്സിലാക്കി കൊടുക്കുകയാണ് സൗഭരിക്ക് ഈ അനുഭവം കാണിച്ചു കൊടുക്കുന്നത്. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടെയും അദ്ദേഹത്തിന് ആ മത്സ്യങ്ങളോട് പ്രേമമുണ്ടാവുക കാരണം തൻ്റെ തപസ്സിന് വിഘ്നം വന്നു എന്ന ഒരു ചിന്ത വരുന്നു. അങ്ങനെ ആ ഗരുഡൻ, ഭഗവാന്റെ വാഹനമായ ഗരുഡൻ ഒരു മത്സ്യത്തെ കൊത്തി ഭക്ഷിക്കുന്നത് കണ്ട ആ സൗഭരി ദുഃഖിച്ചു. ഇനി ഇവിടെ ജന്തുക്കളെ പിടിച്ച് തിന്നുകയാണെങ്കിൽ നിന്റെ ജീവനും ഉണ്ടാവുകയില്ല എന്ന് ശപിക്കുകയാണ് ചെയ്തത്. അക്കാലത്താണ് കാളിയൻ വളരെ വിഷം വർദ്ധിച്ച ഒരു സർപ്പമായിട്ട് അവിടെ ഭക്ഷിച്ചു കൊണ്ടിരുന്നത്. ഗരുഡന് നിശ്ചയിച്ചിരുന്ന ആ വീതമൊക്കെ കാളിയൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഭഗവത് പാദങ്ങളെ ആശ്രയിച്ച് വരുന്ന ഗരുഡൻ വളരെ കോപിച്ച് ചിറകുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അടിച്ച് ഓടിക്കുകയും ആ ശാപം കൊണ്ട് ഗരുഡൻ അവിടെ പ്രവേശനം ഇല്ലാതായി. അങ്ങനെ കാളിന്തി ജലത്തിൽ അഭയം പ്രാപിച്ച് കാളിയൻ അവിടെ പാർക്കുകയും ആണ് ഉണ്ടായത്. അവിടെ പ്രാണികൾക്കുണ്ടായ ആ ഉപദ്രവങ്ങൾ കൊണ്ട് ഭഗവാന്റെ കരുണാസമുദ്രത്തിൽ അവിടെ അതിന് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്ന് വർണ്ണിച്ചു. അങ്ങനെ ആ കാളിയൻ കാളിന്തിയിലെ വെള്ളത്തിൽ താമസമാക്കി. തൻ്റെ വിഷവീര്യം കൊണ്ട് സമുദ്രത്തിലും തീരത്തുമുള്ള സർവ ജീവജാലങ്ങളും നശിക്കുകയാണ് ഉണ്ടായത്. മരങ്ങൾ കരിഞ്ഞുപോയി, മത്സ്യങ്ങൾക്കൊക്കെ ക്ഷീണം സംഭവിച്ചു, ആകാശത്തിൽ പറക്കുന്ന പറവകൾ ചത്ത് താഴേക്ക് വീണു. അങ്ങനെ അത് കാരണം തന്നെ ഭഗവാന്റെ ആ ചലനം, ഭഗവാന്റെ ഹൃദയം അലിഞ്ഞുകൊണ്ടേയിരുന്നു, സങ്കടപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ഭഗവാൻ അവിടെ ബലരാമനോടും കൂടി യമുനാതീരത്ത് വന്ന് അവിടെ സഞ്ചരിക്കാൻ എത്തിയപ്പോൾ അങ്ങനെ ചൂട് കാരണം ദാഹിച്ചു വലഞ്ഞ പശുക്കൾ, അവിടെ ഇടയക്കുട്ടികളും പശുക്കളും ഒക്കെ കാളിന്തിയിലെ വെള്ളം കുടിക്കാനായിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ആ ജലം പാനം ചെയ്തത് കൊണ്ട് അവർക്ക് ക്ഷീണമുണ്ടാവുകയും അവിടെ നിശ്ചലരായി അവിടെ നിലത്ത് വീഴുകയും ചെയ്തു. അങ്ങനെ അമൃത ജലധാര ഒഴുക്കുന്ന ആ ഭഗവാന്റെ നോട്ടം അവിടെ അവരെ ജീവിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതെന്താണ് എന്ന് അത്ഭുതം അവിടെ ഉന്നയിച്ചു. അങ്ങനെ ഭഗവാനെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ പല അത്ഭുതങ്ങളും ഓർത്ത് ഇവിടെ ഈ ലീലയെ വർണ്ണിച്ചതാണ് ഈ ദശകം. ഇപ്രകാരം പശുക്കളും ക്ഷീണത്തിൽ ജീവൻ പോയവരായിട്ട് അവിടെ വന്നപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെ അവർ ആനന്ദത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയും അവർക്ക് ശക്തി തിരിച്ചു കിട്ടുകയും ചെയ്തു. അങ്ങനെ മരിച്ചു പോയിട്ടും ഭക്തജനങ്ങളെ ഭഗവാൻ മനോഹരങ്ങളായ കടാക്ഷങ്ങളെ കൊണ്ട് ജീവൻ കൊടുത്തു എന്ന കഥ ഇവിടെ ഓർമ്മിക്കാം. അല്ലയോ ഗുരുവായൂരപ്പ, എല്ലാ രോഗങ്ങളിൽ നിന്നും അടിയനെയും രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂർ പറയുന്നതോടുകൂടി 54-ാമത്തെ ദശകം സമർപ്പിച്ചു. പിന്നീട് കാളിയൻ്റെ ദർപ്പം ശമിപ്പിക്കാനായി കുഞ്ഞു ഭഗവാൻ ഉണ്ണികൃഷ്ണൻ കടമ്പ് വൃക്ഷത്തിൽ കയറി ബലത്തിൽ താഴേക്ക് വെള്ളത്തിലേക്ക് കാളിന്തിയിലേക്ക് എടുത്തു ചാടുന്ന ആ രംഗം, പിന്നീട് ഓരോ ഫണത്തിലും ആ കുഞ്ഞിക്കാലുകൊണ്ട് നൃത്തം വെച്ച് കാളിയൻ്റെ ഗർവ് ശമിപ്പിച്ച് കാളിയൻ അവിടെ നിന്നും രമണകം എന്ന ദ്വീപിലേക്ക് താമസം മാറ്റുന്നു എന്ന് ഉള്ള പ്രഖ്യാപനത്തോടെ ദശകം അവസാനിപ്പിച്ചു. അതിനുശേഷം 56-ാമത്തെ അധ്യായത്തിലാണ് കാളിയൻ്റെ ആ മോക്ഷ കാര്യങ്ങളെയൊക്കെ പറഞ്ഞത്, ഭഗവാൻ കൊടുത്ത അനുഗ്രഹം. അങ്ങനെ
ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് 56-ാമത്തെ ദശകം കൂടി വർണ്ണിക്കുന്നുണ്ട്. 55-ാമത്തെ ദശകത്തിൽ ആ തോടകമെന്ന വൃത്തം, കാലുകൊണ്ട് നൃത്തം ചെയ്യുന്ന താളത്തിലുള്ള ആ നൃത്തത്തിൻ്റെ രൂപത്തിലുള്ള ശ്ലോകങ്ങൾ, 10 ശ്ലോകങ്ങളെ കൊണ്ടാണ് 55-ാമത്തെ ദശകം കാളിയമർദ്ദനം എന്ന പേരിൽ നമുക്ക് കാണാൻ കഴിയുക. ഭഗവാൻ കാളിന്തി തീരത്തുള്ള കടമ്പു മരത്തിൻ്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. അവിടെ നിന്ന് ഭഗവാൻ കാളിന്തി ജലത്തിൽ ശബ്ദത്തോടുകൂടി ചാടി അവിടെ നിന്ന് കാളിയനെ പറഞ്ഞയക്കുകയാണ്. ഇവിടെ തളിരുപോലെയുള്ള ഭഗവാന്റെ പാതാരവിന്ദം കൊണ്ട് കടമ്പിന്മേൽ കയറി ആ തിരമാലകളെ ഇളക്കി മറിക്കുന്ന തരത്തിൽ ആ അഗാധ ജലത്തിലേക്ക് എടുത്തു ചാടുന്ന ആ രംഗത്തെ വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചു. ആ കദംബ് വൃക്ഷം ഇലകളെല്ലാം വിഷക്കാറ്റ് കൊണ്ട് ഉണങ്ങിക്കരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭഗവാൻ കയറിയപ്പോഴേക്കും അത് നല്ല തളിർത്ത് ജീവൻ ഉള്ള ജീവപ്രാപ്യമായ ആ ഒരു വലിയ വൃക്ഷമായിട്ട് മാറി. ഇലകൾ പച്ചച്ചു. ഇങ്ങനെ അതിന് ആ ഉന്മേഷം വരികയും അങ്ങനെ ഭഗവാന്റെ കാലടികളെ പുതിയ തളിരുകൾ പോലെ അവിടെ ശോഭിപ്പിക്കാൻ കഴിഞ്ഞു. തളിര്, തുടുപ്പ്, മാർദ്ദവം ഇവയൊക്കെ ആ വൃക്ഷത്തിന് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ഗരുഡൻ അമ്മയായ വിനതയുടെ ദാസ്യം തീർക്കാൻ സ്വർഗത്തിൽ നിന്ന് അമൃതകലശം കൊണ്ടുവരുമ്പോൾ അത് കുറച്ച് സമയം ഇവിടെ ഈ കടമ്പ് വൃക്ഷത്തിൽ കയറിയിരുന്ന് വിശ്രമിച്ചു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് അമൃതകലശം തുളുമ്പി 2-4 തുള്ളിയോളം ആ കടമ്പിന്മേൽ വീണത്. അതുകൊണ്ടാണ് കാളിയൻ്റെ വിഷക്കാറ്റ് ഏറ്റിട്ടും ആ മരം ഉണങ്ങാതെ നിന്നത്. ഭാഗവതത്തിൻ്റെ ആ ബാലബോധിനി വ്യാഖ്യാനത്തിൽ ഈ കാര്യം വളരെ വിശദമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഇവിടെ 3 ലോകങ്ങളുടെ ഭാരം വഹിക്കുന്ന ആ കടമ്പ് വൃക്ഷം അങ്ങനെ അതിൻ്റെ ഭാരത്താൽ വെള്ളമാകെ ഇളകി മറിഞ്ഞു. ഭഗവാൻ അവിടെ ജലത്തിലേക്ക് ചാടിയത് കൊണ്ട് തന്നെ ആ ജലം ഒന്നാകെ ഇളകി കാളിയൻ ജലത്തിനുള്ളിൽ ഏറ്റവും അടിയിലിരിക്കുന്ന ആ കാളിയന് ജലത്തിൻ്റെ അനക്കം അനുഭവപ്പെടുകയും വലിയ ശബ്ദത്തോടുകൂടി ഇളകുന്ന ആ ശബ്ദം കേട്ടിട്ട് ആ ജലത്തിൻ്റെ ഇളക്കത്തിൽ കാളിയൻ കോപിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും മേലെ ഉയരത്തിലേക്ക് പൊങ്ങി വന്നിട്ട് ആ ഭഗവാന്റെ ചാട്ടത്തിൻ്റെ ശക്തി കൊണ്ട് ആ കലങ്ങി മറിഞ്ഞ ആ വെള്ളത്തിൽ നിന്നും കാളിയൻ ഇളകാൻ തുടങ്ങി. 8 ദിക്കിലും ആ വെള്ളത്തിൻ്റെ ഇളക്ക ശബ്ദം ചെന്നലച്ചു. ഈ ജലക്ഷോഭത്തിന് കാരണഭൂതനായ ആരാണിത്? ഈ ഭഗവാന്റെ നേർക്ക് വീണ്ടുവിചാരമൊന്നുമില്ലാതെ തന്നെ ആ കാളിയൻ പാഞ്ഞടുക്കുകയാണ്. അങ്ങനെ തൻ്റെ 1000 പടങ്ങളിൽ നിന്ന് തീപ്പൊരി ചിതറുന്ന തരത്തിലുള്ള ജലം തുപ്പി കാളിയൻ അവിടെ ഭഗവാനെ ആക്രമിക്കുകയാണ്. അങ്ങനെ ഭഗവാനെ അവിടെ കാണുകയാണ് കാളിയൻ. ഓരോരോ ശ്ലോകം കൊണ്ടും വളരെ മനോഹരമായി കാളിയൻ്റെയും ഭഗവാന്റെയും യുദ്ധത്തെ ഇവിടെ വർണ്ണിച്ചു. പിന്നീട് ജലത്തിൽ ഒളിക്കുന്നതും അവസാനമാണ് ഭഗവാന്റെ കാലടികൾ ആ കാളിയൻ്റെ ശിരസിൽ പതിക്കുന്നതും. അല്ലയോ ഭഗവാനെ, അവിടുത്തെ നൃത്തം തുടങ്ങിയപ്പോൾ എന്തൊരാനന്ദം എന്ന് മഹർഷിമാർ വരെ പുകഴ്ത്തുന്നു, ദേവന്മാർ പുകഴ്ത്തുന്നു. അങ്ങനെ അടങ്ങാത്ത ആ സന്തോഷത്തിൽ ദേവന്മാരും ഋഷിമാരും ഈ രംഗം വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മേൽപ്പത്തൂർ ഇവിടെ ഇത് തൻ്റെ രോഗശാന്തിക്കായി സമർപ്പിക്കുന്നതായിട്ടും ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. തോടകമെന്ന വൃത്തത്തിൽ കാളിയമർദ്ദനത്തിൻ്റെ ആ ദശകം ശ്ലോകങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു. അഥവാരിണി ഘോരതരം ഫണിനം പ്രതിവാരയിതും കൃതധീർഭഗവൻ ദ്രുതമാരിഥതീരഗണീപതരും വിഷമാരുതശോഷിതപർണചയം അധിരുഹ്യ പദാംബുരുഹേണ ച തം നവപല്ലവതുല്യമനോജ്ഞരുചാ ഹ്രദവാരിണി ദൂരതരം ന്യപത പരിഘൂർണിതഘോരതരംഗഗണേ ഭുവനത്രയഭാരഭൃതോ ഭവതോ
ഗുരുഭാരവികമ്പി വിജൃംഭിജലാ പരിമജ്ജയതി സ്മ ധനുശതകം തടിനീ ഝടിതി സ്ഫുടഘോഷവതി. അഥ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിതഭ്രമിതോദരവാരിനിനാദഭരൈഃ ഉദഗാദുദഗാദുരഗാധിപതിസ്തുതുപാന്തമശാന്തരുഷാന്ധമനാഃ ഫണശൃംഗസഹസ്രവിനിസൃമരജ്വലദഗ്നികണോഗ്രവിഷാംബുധരം പുരതഃ ഫണിനം സമലോകയഥാ ബഹുശൃംഗിണമഞ്ജനശൈലമിവ ജ്വലദക്ഷിപരിക്ഷരദുഗ്രവിഷശ്വസനോഷ്മഭര സമഹാഭുജഗഃ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. അവിലോക്യ ഭവന്തമഥാകലിതേ അവിലോക്യ ഭവന്തമദാകുലിതേ തടഗാമിനി ബാലക ധേനുഗണേ വ്രജഗേഹതലേപ്യനിമിത്തശതം സമുദീക്ഷ്യ ഗതായ മുനാം പശുപാഃ അഖിലേഷു വിഭോ ഭവദീയദശാം അവലോക്യ ജിഹാസുഷു ജീവഭരം ഫണിബന്ധനമാശു വിമുച്യ ജവാദുദഗമ്യതഹാസ ജുഷാഭവതാ അധിരുഹ്യ തത ഫണിരാജഫണാൻ നനൃതേ ഭവതാ മൃദുപാദരുച കളശിഞ്ചിതനൂപുരമഞ്ജുമിളത് കരകങ്കണസങ്വണിതം കരകങ്കണസങ്കുലസങ്വണിതം ജഹൃഷു പശുപാസ്തു ദുഷുർമുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണാഃ ത്വയി നൃത്യതി മാരുതഗേഹപതേ പരിപാഹി സമാം ത്വമദാന്തഗദാത്.